50 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് കാൽമുട്ട് വേദന മിക്ക ആളുകളിലും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതിനൊരു ആശ്വാസമാണ് നമ്മുടെ വീട്ടിൽ കാണുന്ന മുരിങ്ങ. ഇത് ചുവന്ന കാലുള്ള ഒരു തരം ഇനമാണ്. ഇത് മുതിരയും കൂട്ടി ഉപ്പേരി വെച്ച് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എങ്ങനെയാണ് ഈ മുരിങ്ങ ഉപയോഗിച്ച് നമ്മൾ മുട്ടുവേദന മാറ്റാനുള്ള ഔഷധം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു തരാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുരിങ്ങ പൊട്ടിച്ചെടുക്കുകയാണ്. അധികം മൂക്കാത്ത തളിരിലയാണ് ഞാൻ എടുക്കുന്നത്. മൂത്തത് വേണ്ട, അധികം മൂക്കാത്ത തളിരില. കാൽമുട്ടിലെ നീര് പോകാനാണ് ഇത് ഉപയോഗിക്കാറ്. ഇതിനായിട്ട് ഞാനിവിടെ സ്പ്രിങ്കിളിൻ്റെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ അളവിൽ മതിയാകും. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മുരിങ്ങയുടെ ഇല ചെറുതാക്കി ഒന്ന് പിച്ചി പറിച്ച്, ഈ തണ്ടൊക്കെ ഇരുന്നോട്ടെ, ഇതൊന്നും കളയണ്ട. അതും കൂടി ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തത് നമുക്ക് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. നല്ല പോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേദനയുള്ള ഭാഗത്ത്, അതിൻ്റെ അടിഭാഗത്താണ് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത്. മുട്ടിലാണ് വേദനയെങ്കിൽ മുട്ടിൻ്റെ അടിഭാഗത്താണിത് തേച്ച് പിടിപ്പിക്കേണ്ടത്. നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കഴുകിക്കളയാം. മീതെ മുറിവെണ്ണയോ മുട്ടിക്കുളങ്ങര എണ്ണയോ ഒന്നുമില്ലെങ്കിൽ നാടൻ വെളിച്ചെണ്ണയോ പുരട്ടി ഒന്ന് തുടച്ചെടുത്ത ശേഷം ഉറങ്ങാം. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മുടെ നീരെല്ലാം പോയി വേദനയെല്ലാം ശമിച്ചിട്ടുണ്ടാവും. ഇത് ഒരു 2 ആഴ്ചയോളം ചെയ്തു കഴിയുമ്പോൾ നല്ല ആശ്വാസം കിട്ടുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മുട്ടുവേദന വരുമ്പോൾ മുട്ടിൻ്റെ മുകളിലല്ല തേച്ച് കൊടുക്കേണ്ടത്, അടിവശത്താണ് തേച്ച് കൊടുക്കേണ്ടത്. നല്ല പോലെ തേച്ച് പിടിപ്പിച്ച് നിർത്തണം. പിന്നെ നമ്മൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് കൊടുക്കണം. കാലിന് നടക്കാനൊന്നും പാടില്ല. അപ്പോൾ തീർച്ചയായും ഇതിനൊരു ആശ്വാസം ലഭിക്കും. ഇത് ഞാൻ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. ഒരുപാട് സമയം നമ്മൾ നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ, അതേപോലെ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ വരുന്ന നീർക്കെട്ടുകൾക്കൊക്കെ ഇത് വലിയ ഒരു ഔഷധമാണ്. കാൽപാദത്തിലെ നീർക്കെട്ടിനും വലിയ ഒരു ആശ്വാസം നൽകും. കാല് തേഞ്ഞു പോയി തേയ്മാനം സംഭവിച്ച്, എല്ല് തേഞ്ഞ് തേയ്മാനം സംഭവിച്ച ഒരു അവസ്ഥ വരുമ്പോൾ ഇത് ഒരു ആശ്വാസം നൽകുക മാത്രമേ ഉള്ളൂ. ഇത് കുറേ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെങ്കിൽ സന്തോഷം. ഇതിൻ്റെ ഫലപ്രാപ്തി ഓരോരുത്തർക്കും അത് അനുഭവിക്കുമ്പോഴേ അറിയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനി കുറഞ്ഞിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ദോഷവും വരികയില്ല. ഇതിന് യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ല. ഓരോരുത്തരുടെ അസുഖത്തിൻ്റെ വ്യാപ്തി പോലെ ഇരിക്കും. ആരംഭഘട്ടത്തിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ആശ്വാസം ലഭിച്ചിട്ടുള്ളതായി കണ്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ മുട്ടുവേദനയും നീർക്കെട്ടുമൊക്കെ ഉള്ളവർ ഉപയോഗിച്ചു നോക്കൂ. ആശ്വാസം കിട്ടിയാൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. ഇത് അരമണിക്കൂർ തേച്ച് പിടിപ്പിച്ച ശേഷം കഴുകി കളഞ്ഞിട്ട് എണ്ണ തേക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എണ്ണ തേച്ച് കൊടുക്കുന്നത് ആ ഭാഗത്തെ തൊലിയൊന്ന് മിനുസപ്പെടാൻ വേണ്ടിയാണ് എന്നും കൂടി പറയട്ടെ.